വന്ദേമാതരം ഡിസ്കഷന് നമ്മുടെ പാർലമെന്റ് ചെലവാക്കിയ പൈസ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിന് 2.5 ലക്ഷം രൂപയാണ് കേട്ടോ. ഈ 2.5 ലക്ഷം, അതായത് 10 മണിക്കൂർ ചർച്ചയ്ക്ക് 600 മിനിറ്റ് വരും. ഈ 600 മിനിറ്റിന് 2.5 ലക്ഷം രൂപ കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഏകദേശം 15 കോടി രൂപയാണ്. അതായത് വന്ദേമാതരം ചർച്ച ചെയ്യാൻ നമ്മുടെ പാർലമെന്റ് യൂസ് ചെയ്തത് 15 കോടി രൂപ. എന്തെങ്കിലും ഗുണം ഈ പറഞ്ഞ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ കൊടുത്ത ടാക്സ് എന്നാണ് ഈ പൈസ ചിലവാക്കിയത് നിങ്ങൾക്കറിയോ? നമുക്കിത് ചോദിക്കാനുള്ള വോയിസ് ഇല്ലേ? പ്രതിപക്ഷം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം ഇതിന് ബബ്ബബ്ബ ഉത്തരം പറഞ്ഞു എന്നല്ലാണ്ട് നമ്മുടെ പ്രധാന മോദിജി എന്താ ചെയ്തത്? ഇനി അതൊക്കെ പോട്ടെ, ഈ വന്ദേ മാതരം എന്ന് പറയാൻ പോലും പറ്റാണ്ട് ബബ്ബബ്ബ പറഞ്ഞ മോദിജി അടക്കമുള്ള സകല BJP നേതാക്കളെയും കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എൻ്റെ പൊന്നു മോദിജി, വന്ദേ ഭാരതമല്ല വന്ദേ മാതരം. അതെങ്കിലും പറയാനുള്ള ഒരു ആ ടെലിം പ്രോംപ്റ്റർ വെക്കാണ്ട് വന്ദേ മാതരം എന്ന് പറയാൻ പോലും ഇയാളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇനി ഇത് എഴുതിയ ആളെ വരെ പേര് തിരിച്ചു പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ് ഇയാൾ. बंकिम बाबू बोले अच्छा थैंक यू आपकी भावनाओं के लिए मैं आदर करता हूं. ഇനി അതൊക്കെ പോട്ടെ, ഇയാളുടെ വാല് പിടിച്ച് നടക്കുന്ന മറ്റ് കുട്ടിക്കുരങ്ങന്മാരുടെ അവസ്ഥ ഇതിനേക്കാൾ അവസ്ഥയാണ്. ഇത് കണ്ടു നോക്ക്. कर रहे हैं माननीय प्रधानमंत्री जी. वंदे भारत की भावना है. क्या बोला तूने? वंदे भारत की भावना है. अंग्रेजों को तो वंदे भारत से दिक्कत थी. वंदे भारत गीत, ये वंदे भारत की रचना की वंदे भारत मातरम. എങ്ങനെയുണ്ട്? 15 കോടി മുടക്കി ചർച്ച ചെയ്തത് വന്ദേ ഭാരതമാണിത്. വന്ദേ മാതരല്ല കേട്ടോ, വന്ദേ ഭാരത ചർച്ച ചെയ്തത്. അതേ അറിയുള്ളൂ. അക്ഷര വിദ്യാഭ്യാസം ഇല്ലാണ്ട് 10ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ചായക്കടിയായി അതൊക്കെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഇതിനേക്കാൾ വലുതൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇയാളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടക്കാരെ കയ്യിൽ നിന്നോ ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. എന്നിട്ട് വല്ല ഗുണവും നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഈ കണക്ക് എവിടെ നിന്ന് വന്നു എന്ന് പലരും ചോദിച്ചിട്ടോ. അനക്ക് എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ പല ആൾക്കാരും വീഡിയോ ഇടുന്നുണ്ടല്ലോ 2.5 ലക്ഷം 1 മിനിറ്റിന്. ഈ കണക്ക് എങ്ങനെ വരുന്നത് എന്നുള്ളത്. ഈ കണക്ക് വന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ലാന്ന്. ഇത് കുറേ 10-70 കൊല്ലം മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്കാണ്. നമ്മുടെ പാർലമെൻറ്റ് സെഷൻസ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 80 ദിവസങ്ങളാണ് നമ്മുടെ പാർലമെൻറ്റ് 3 സെഷനുകളായിട്ടുള്ളത്. ഈ ഓരോ ദിവസവും ഈ 80 ദിവസങ്ങളിൽ ഓരോ ദിവസവും ഏകദേശം 6 മണിക്കൂറാണ് നമ്മൾ പാർലമെൻറ്റിൽ ചിലവഴിക്കേണ്ടത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് സഭ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. ഈ 6 മണിക്കൂറിൽ 1 മിനിറ്റിന് കണക്കാക്കിയ ചിലവാണ് 2.5 ലക്ഷം. ഈ 2.5 ലക്ഷം എന്ന് പറഞ്ഞത് ഏകദേശം 10 കൊല്ലം മുമ്പ് കണക്കാക്കിയ ചിലവാട്ടോ. അതിപ്പം കൂടിയിട്ടേ ഉള്ളൂ, അത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കണക്ക് എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പല വർഷങ്ങളായിട്ട് തന്നെ ഈ പാർലമെൻറ്റിൻ്റെ ചിലവ് കണക്കാക്കാനുള്ള ഒരു കണക്ക് പല രീതിയിൽ പല ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കണക്കാണ്. ഏകദേശം 1951 ചോദ്യോത്തര വേളയിൽ ഖജനാവിൽ നിന്നും 6000 രൂപ ചിലവാക്കും, അല്ലെങ്കിൽ 1 മിനിറ്റിന് ഏകദേശം 100 രൂപ ചിലവാക്കണം എന്ന കണക്ക് പാർലമെൻറ്റിൽ ആദ്യമായിട്ട് അറിയിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് 1966 ലോകസഭയുടെ ബഡ്ജറ്റ് വിഹിതം അടിസ്ഥാനമാക്കി 1 മണിക്കൂറിലെ നടപടിക്രമങ്ങളുടെ ചെലവ് ഏകദേശം 18,000 രൂപയായിട്ടുണ്ട്. അഥവാ 1 മിനിറ്റിന് 300 രൂപ എന്നുള്ള കണക്കിൽ അന്നത്തെ കണക്ക് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ മുന്നോട്ട് വെച്ച് തന്നു. ഇനി ലോകസഭയുടെ വാർഷിക ബഡ്ജറ്റ് വിഹിതത്തെ ഒരു വർഷത്തിലെ സമ്മേളന ദിനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് ഈ കണക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം പാർലമെൻറ്റിൻ്റെ ചെലവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് 1966 ശേഷം. നിലവിലെ ഫോർമുല എന്ന് പറയുമ്പോൾ ഇരു സഭകളിലും ആകെ ബഡ്ജറ്റ് വിഹിതത്തെ ഒരു വർഷത്തെ പ്രവർത്തന ദിവസങ്ങളുടെ കണക്കാക്കപ്പെട്ട എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ഇതിൻ്റെ പുതിയ രീതി. ഇങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ 1993 പാർലമെൻറ്റിൻ്റെ ചെലവ് എന്ന് പറഞ്ഞാൽ 2 സഭകളാട്ടോ പറയുന്നത്, അതായത് രാജ്യസഭയും ലോക്സഭയുടെയും കാര്യമാണ് പറയുന്നത്. പ്രതി മിനിറ്റിന് ചെലവ് 2570 രൂപ എന്ന കണക്കാക്കിയിരുന്നു 1993. അങ്ങനെ അത് കഴിഞ്ഞ് അതേ കണക്ക് ഇപ്പോഴത്തെ നമ്മുടെ ടോട്ടൽ ചെലവും നമ്മുടെ ചെലവ് കണക്കുകളും വരുന്ന സമയത്താണ് ഈ 2.5 ലക്ഷം എന്ന് പറയുന്നത്. ഈ 2.5 ലക്ഷം എന്ന് പറയുന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു കണക്കാണ്. ഇപ്പം ആ കണക്ക് വീണ്ടും കൂടാനുള്ള ചാൻസസ് ആണ്. അപ്പം എങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ ഹരിക്കാനും ഗുണിക്കാനൊക്കെ പറഞ്ഞു. ഇനി ഇതിലോട്ട് വരുന്ന ഇതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് MP മാരുടെ ടോട്ടൽ സാലറി നോക്കും.
അതായത് ഈ രണ്ട് സഭകളിലും എത്ര എം പിമാരുണ്ടോ അവരുടെ മൊത്തം രാജ്യസഭാ എം പിമാരും ലോക്സഭാ എം പിമാരും അവരുടെ ശമ്പളത്തിൻ്റെ ഒരു മിനിറ്റിൻ്റെ ശമ്പളത്തിൻ്റെ കണക്ക്, അത് കൂടാതെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൻ്റെ കണക്ക്, പാർലമെൻറ്റിലെ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ കണക്ക്, കൂടാതെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ജീവനക്കാരുടെയും കണക്ക്, ഇവർ വരുന്നതിനും പോകുന്നതിനും വണ്ടിക്കും അതിനും ഇതിനൊക്കെയുള്ള ജീവനക്കാരുടെ ടോട്ടൽ വരുമ്പോൾ ഒരു വലിയ നമ്പർ വരുന്നുണ്ട്. ഇവരുടെ മൊത്തം സാലറിയുടെ ഒരു കണക്ക് കയ്യിൽ വരും. ഇനി അതിലല്ലാതെ വരുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ വൈദ്യുത ബില്ല്. പാർലമെൻറ്റ് ഇത്രയും സമയം ഓൺ ചെയ്ത് വെക്കാനുള്ള വൈദ്യുത ചെലവിൻ്റെ ഒരു മിനിറ്റിലെ കണക്ക് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചെലവുകൾ, ഒരുപാട് സുരക്ഷാ ചെലവുകൾ പാർലമെൻറ്റിലുണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി അതല്ലാതെ പെട്രോൾ ബില്ലുകൾ, ആളുകൾ എം പിമാർ വരുന്നതും പോകുന്നതും വണ്ടിയുടെ പെട്രോളും അതിലടിക്കുന്ന എല്ലാം നമ്മുടെ ഖജനാവിൽ എടുത്ത് കൊടുക്കും, നമ്മളൊക്കെ കൊടുത്ത ടാക്സിന് എടുത്ത് കൊടുക്കും. ഇവരാരും ഇവരുടെ കയ്യിൽ നിന്നല്ല എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അത് മാത്രമല്ലാതെ മറ്റ് പെട്രോൾ ഭക്ഷണ ബില്ലുകൾ, ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, പാർലമെൻറ്റിൽ വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ, ഇങ്ങനെ സകലമാന കണക്കുകളും കൂട്ടി യോജിപ്പിച്ചാണ് ഏകദേശം ഒരു മിനിറ്റിന് 2.5 ലക്ഷം വരെ രൂപ എന്ന് 10 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. ഈ കണക്ക് പാർലമെൻറ്റിൻ്റെ യഥാർത്ഥ ചെലവ് അല്ല, ഇതിനേക്കാൾ വലുതാണ് പാർലമെൻറ്റിൻ്റെ യഥാർത്ഥ ചെലവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പൈസ വെച്ചിട്ടാണ് നമ്മളെ പാർലമെൻറ്റ് ഓരോ മിനിറ്റും പ്രവർത്തിക്കുന്നത്. ഈ പാർലമെൻറ്റിൽ അപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ടാക്സിൽ നിന്ന് ഖജനാവിൽ നിന്ന് എടുത്തിട്ട് പാർലമെൻറ്റ് പ്രവർത്തിക്കുമ്പം അവിടെ നമ്മളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഗുണമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, നമ്മൾ എന്താണോ എന്തൊക്കെ അഭിമുഖീകരിച്ചിട്ടാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്, ഇതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. അതല്ലാണ്ട് അവിടെ ചരിത്രത്തിൽ പണ്ടെങ്ങോ വന്ദേ മാതരം എഴുതിയ സമയത്ത് അതിൽ നിന്ന് വേർഡ്സുകൾ കട്ട് ചെയ്തത് നെഹ്റു ആണ്, ജിന്നയാണ്, ലീഗാണ്, ഇതെല്ലാം കൂടെ ഒരു മുസ്ലിങ്ങൾ കട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ നെഹ്റു അതിന് കൂട്ടുനിന്നു എന്നും പറഞ്ഞിരുന്ന ചെറ്റ വർത്താനങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം അവിടെ പോയിട്ട് ചെലച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ചോദ്യം ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതല്ലാണ്ട് വന്ദേ മാതരത്തിലെ വരികൾ കട്ട് ചെയ്തത് മുസ്ലിമാണ്, ജിന്നയാണ്, അല്ലെങ്കിൽ ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഇമ്മാതിരി ഊള വർത്താനങ്ങൾ ചിലക്കാണ്ടിരുന്നാൽ തന്നെ നമ്മുടെ പൈസ, നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ഒരു വലിയ പൈസ അവിടെ നമുക്ക് ലാഭത്തിലോട്ട് വെക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനും പറ്റും. അതല്ലാണ്ട് ടാഗോർ വെട്ടിമാറ്റിയിട്ടുള്ള ചില വരികളുടെ പേരിൽ 10 മണിക്കൂർ അവിടെ കിടന്ന് കോഷ്ടി കാണിച്ചുകൊണ്ട് കാര്യമില്ല. പ്രധാനമന്ത്രി, നിങ്ങൾ മണ്ടത്തരം പറയാൻ വേണ്ടി മാത്രമേ വാ തുറക്കാറുള്ളൂ. ഏതെങ്കിലുമൊക്കെ പാർലമെൻറ്റ് സെഷൻസിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങളൊന്ന് എന്തെങ്കിലും മൊഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മൊഴിയുന്നത് അവസാനത്തിലോട്ടായിരിക്കും, തിരിച്ചാരും ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ അറ്റൻഡൻസ് കുറവുള്ള പ്രധാനമന്ത്രിമാരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ മോദിജി. അതുകൊണ്ട് തന്നെ മോദിജി വരാറ് വളരെ കുറവാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ മോദിജിയുടെ പ്രസംഗം അവസാനമായിരിക്കും, അല്ലെങ്കിൽ മോദിജി പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറ് ഏറ്റവും അവസാനമായി, സ്പീക്കറിൻ്റെ അവസാനമായിട്ടായതുകൊണ്ട് തന്നെ ചോദ്യം നേരിടാൻ പുള്ളി അവിടെ നിൽക്കാറില്ല. പക്ഷേ വന്ദേ മാതരത്തിൻ്റെ കാര്യം വന്നപ്പോൾ പുള്ളിയായിരുന്നു ആദ്യത്തെ ചർച്ചയിൽ അല്ലെങ്കിൽ ആദ്യം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞ സകല മണ്ടത്തരങ്ങളും അതിനുശേഷം വന്ന പ്രിയങ്ക ഗാന്ധി ആയിട്ടും മറ്റ് പ്രതിപക്ഷത്തിലുള്ള ഓരോ ആളുകൾ വന്നിട്ടും പ്രധാനമന്ത്രിയെ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ച സംഭവങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സാധാരണ സംഭവിക്കാത്തതിനുള്ള കാരണം പുള്ളി വരാറില്ല, വന്നാൽ തന്നെ പുള്ളി അവസാനം സംസാരിക്കാറുള്ളൂ. അതിനുശേഷം ആർക്കും സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ പാർലമെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരുടെ കാശും സമയവും ചെലവും ഒക്കെ ഇല്ലാണ്ടാക്കാനല്ല വേറെ വല്ല കൊണുള്ള പണി ചെയ്യടോ എന്ന് പറയാൻ തോന്നിപ്പോകും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടും പ്രധാനമന്ത്രിക്ക് ജയ് വിളിക്കുന്ന സകല വാനര കൂട്ടങ്ങളോടും.